നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ പുതിയ യങ്സ്റ്റേഴ്സ് എല്ലാം നോക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു 10 നാട്ടിലെ ബിസിനസ്സുകൾ എടുക്കാം. ആ 10 ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 8 എണ്ണവും ഒരു ചീപ്പ് ലുക്കിംഗ് ആയിരിക്കും. ഇപ്പം നമ്മളവരുടെ ഒരു ലോഗോ നോക്കിക്കഴിഞ്ഞാലോ, അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലോ, ചില വെബ്സൈറ്റ് ലോഡ് ആവുക പോലുമില്ല. ചില വെബ്സൈറ്റ് ടൈം ടേക്കിംഗ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ റെസ്പോൺസീവ്നെസ് ആകെ പൊട്ടിക്കിടക്കുകയായിരിക്കും. ഒരുപാട് പ്രോബ്ലംസ് ആണ്. അതായത് ഒരു ഒതന്റിക് ബിസിനസ് ആണെന്നുള്ള രീതിയിൽ ഒരു ട്രസ്റ്റ് ഒരിക്കലും ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തേത് ഒരു സോളിഡ് ബ്രാൻഡ് ആണെന്നുള്ളതോ, അല്ലെങ്കിൽ ആ ബിസിനസ് ഓണർ അത് സീരിയസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ബിസിനസ് ആണെന്നുള്ള രീതിയിലോ ഒന്നും അതിൽ ഒരു രീതിയിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഓൺലൈനിലായിട്ട്. പണ്ടൊക്കെ ഇപ്പോൾ നമ്മളൊരു ഒരു ടി വി വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും നിയറസ്റ്റ് ടൗൺ ഏതാ വെച്ചാൽ ടൗണിൽ പോയിട്ട് ഒരു ടി വി നമ്മൾ നോക്കാൻ പോയിന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഷോറൂം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി ടെൻഡൻസി അവിടെ പോയി ടി വി വാങ്ങിക്കാനാണ്. കാരണം നമ്മൾ വിചാരിക്കുക ഓക്കെ അവർ പെട്ടെന്ന് പൂട്ടി പോകുന്ന ഒരു ടീമല്ല. അവരൊരുപാട് പൈസ ഇറക്കിയിട്ട് നടത്തുന്ന ഒരു ബിസിനസ്. അവർ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ട്രസ്റ്റ് നമുക്ക് കൊടുക്കാം അവർക്ക്. അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അവർ നമ്മളെ പറ്റിച്ച് പോവില്ല എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ. അത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ദീസ് ഡേയ്സ് അത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ പണ്ട് നമ്മളൊരു ഫിസിക്കൽ ഷോറൂം, അതായത് ബ്രിക്ക് ആൻഡ് മോർട്ടർ ഷോറൂമിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ സെയിം എഫേർട്ട് നമുക്കിന്ന് ഡിജിറ്റലി എടുക്കണം. ഇതൊക്കെ എടുക്കേണ്ട സമയം വൈകിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊക്കെ കുറച്ച് മുന്നേ ചെയ്തു തുടങ്ങേണ്ട കാര്യമായിരുന്നു. എന്നാലും സ്റ്റിൽ ഇത് ഇനിയും അത് ചെയ്യാത്ത ആളുകൾക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഒരു കമ്പനീനെ നമ്മൾ ഓൺലൈനായിട്ട് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്രത്തോളം സീരിയസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു മെസ്സേജ് ആണോ അതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസസ്, കാര്യങ്ങളെല്ലാം നമ്മളൊരു ഒരു ഷോറൂമിൽ എങ്ങനെയാണോ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റലി ഷോക്കേസ് ചെയ്യണം. കാരണം ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു 10 ബിസിനസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ 10 ബിസിനസ്സിനെ ഞാൻ ഓൺലൈൻ എടുത്ത് ചെക്ക് നോക്കുമ്പോൾ അവരുടെ ഓൺലൈൻ പ്രസൻസ്, അവരുടെ റിവ്യൂസ്, അവർ എത്രത്തോളം ക്ലാസി ആയിട്ടാണ്, നീറ്റായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ആ ബ്രാൻഡോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഞാനൊരു ഡിസിഷൻ എടുക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളതൊരു ഒരു പ്രൊഡക്റ്റിന്റെ പ്രശ്നമോ ഒരു സർവീസിന്റെ പ്രശ്നമോ അല്ല. ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഡക്ട്സും നല്ലതാണ്, അവരുടെ സർവീസസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്യാൻ അവർക്ക് അറിയില്ല. അതൊരിക്കലും ആ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ പ്രശ്നമല്ല, അത് പെർസെപ്ഷന്റെ പ്രശ്നമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മോഡേൺ ഡേയിൽ ആർക്കും സമയമില്ല. എല്ലാവരും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഒരു 3 സെക്കൻഡ്സ് ആയിരിക്കും ഒരാളുടെ ഒരു ജഡ്ജ്മെന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ കാശ് ചിലവാക്കിയിട്ട് ഒരു ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ കൂടെ നിങ്ങളുടെ ആഡിൽ കണ്ടിട്ട് ഒരാൾ കൺവേർട്ട് ആവണമെങ്കിൽ, ഒരു കോൾ ടു ആക്ഷൻ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3 സെക്കൻഡ്സ് ജഡ്ജ്മെന്റ് ഫാക്ടറിൽ ഒരാളെ, ഒരു ബ്രാൻഡിനെ കാണുമ്പോഴത്തേക്കും ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണോ, അല്ല ഇവർ നമുക്ക് പറ്റിയതാണോ, അല്ല ഇവർക്ക് അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഇല്ല, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് ഒന്നും എൻ്റെ സ്കെയിലിലേക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ എനിക്ക് അവർ അഫോർഡബിൾ ആയിരിക്കില്ല. എല്ലാം ഒരു ഇനീഷ്യൽ ഇംപ്രഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ബ്രാൻഡ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും എന്തൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഫിസിക്കൽ ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീമിയം ഫിനിഷിങ്ങിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഓക്കെ ഇവർ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല, ഇവരൊരു പ്രീമിയം ടീമാണ്, നമുക്ക് പുറത്തുനിന്ന് കാണുമല്ലോ. ഈ സെയിം സാധനം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിലോ, നിങ്ങളുടെ വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് റീവാമ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ വായ തുറന്ന് സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ വിഷ്വൽസ്, നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ വെബ്സൈറ്റ്, ഇതെല്ലാം നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ആളുകളുമായിട്ട് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. അത് സംസാരിക്കും ആളുകളോട്. അതായത് ആ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ കണ്ടന്റ് ആയിരിക്കും ഇനി ആളുകളോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിലേക്ക് 2026 പറ്റുന്ന പൊട്ടൻഷ്യൽ ബിസിനസ്സുകളെല്ലാം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ബ്രാൻഡ് ആയിരിക്കും ഇനി വരുന്ന നിങ്ങളുടെ ബിസിനസ്സിന്റെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നത്, ഒരു ടീം വന്നിരുന്നു, ആ ടീമിന് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെന്തൊക്കെയോ ചെയ്തു. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്. സോ നിങ്ങളായിരിക്കും അത് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ വിഷനും നിങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം. നിങ്ങൾ വേണ്ട രീതിയിലുള്ള റിസൾട്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റോറിൽ എങ്ങനെയാണോ നിങ്ങൾ ഓവറോൾ കെയർ ടേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ലെവൽ ഓഫ് എഫേർട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഓൺലൈനിലും കൊടുക്കണം. അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഓരോന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ബിസിനസ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിനെ സീരിയസ് ആയിട്ട് എടുക്കുക. നല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള റവന്യൂ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ബിഫോർ വൈൻഡിങ് അപ്പ് ദ ടോക്ക്, അറ്റൻഷനാണ് കറൻസി.
ആർക്കും സമയമില്ലാത്ത ഇപ്പം തന്നെ ആർക്കും സമയമില്ല. ഇനി ഫ്യൂച്ചറിൽ തീരെയും സമയമില്ല. അപ്പോൾ സമയമില്ലാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ മാർക്കറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഗോtta തിങ്ക് സീരിയസ്ലി അബൌട്ട് ബിൽഡിംഗ് എ സോളിഡ് ബ്രാൻഡ്. ഞാനധികം ബ്രാൻഡ് ബിൽഡിങ്ങിനെക്കുറിച്ചും എഐനെക്കുറിച്ചും ടെക്നോളജിനെക്കുറിച്ചൊക്കെ ഈ ചാനൽ സംസാരിക്കാം. അത് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്യൂച്ചർ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇനിയും കാണാം. എന്തെങ്കിലും ബ്രാൻഡിങ്ങിനെക്കുറിച്ചോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെക്കുറിച്ചോ അഡ്വർടൈസിങ്ങിനെക്കുറിച്ചോ എഐനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ക്വയസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻടു ഇറ്റ് ആൻഡ് റെസ്പോണ്ട് ടു യു ആസ് സൂൺ ആസ് പോസിബിൾ. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്. താങ്ക് യു.